ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നെണ്ടിൻ്റെ റോസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള നെണ്ട് റോസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഈ രീതി. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം നമുക്ക് നെണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. സുർക്കയിലും ഉപ്പിലും എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടും. കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് അത് പുഴുങ്ങാൻ വെക്കാം. അവിടെ കയ്യും കാലൊക്കെ ഒന്നാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മാത്രം പുഴുങ്ങാൻ വെക്കുക. പുഴുങ്ങാൻ വെച്ചതിന് ശേഷം അത് പുഴുകുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ തോട് അടച്ചെടുക്കുക. അപ്പം എന്തിനീ പുഴുങ്ങണതിൻ്റെ കാരണം നമ്മൾ പച്ചയിൽ മുറിക്കുമ്പോൾ അതിൻ്റെ എല്ലതും പോകും. അതിൻ്റെ ഉള്ളിലുള്ള ദശകളൊക്കെ പോയി കിട്ടും. അപ്പോൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ദശകളൊന്നും പോയി അതൊക്കെ നമ്മൾ എടുക്കാനും പറ്റും. അങ്ങനെ എന്നിട്ട് കത്തിരോണ്ട് മുറിച്ചെടുക്കുക. അന്നേരം തോടൊക്കെ നന്നാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതാക്കിയത് പിന്നെ കഴുകാനൊന്നും പാടില്ല കേട്ടോ. കഴുകേണ്ട ആവശ്യമില്ല. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ചട്ടി വെക്കുക. അതിലേക്ക് 3 ഏലക്കായ, 3 ഗ്രാമ്പ്, 1 സ്പൂണ് പെരിഞ്ചീരകം, 2 കഷ്ണം ഗ്രാമ്പ്, പിന്നെ 3-4 പച്ചമുളക്, കറിവേപ്പില, ഒരു 3-4 ഉള്ളി. നന്നായി ഉള്ളി വേണം. ഉള്ളി ഉണ്ടെങ്കിൽ രസം, കറി കുറച്ച് കൂടുതൽ ഉണ്ടാവും. അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായി അത് മൂത്തുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ഇട്ട് നന്നായി വെന്ത് വരുമ്പോൾ ഒരു തക്കാളി 4 ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ ഇട്ട് കൊടുക്കുക. നന്നായി തക്കാളി നന്നായിട്ട് ഉടയണം കേട്ടോ. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയ തിളപ്പിച്ച ഇതുണ്ടല്ലോ നെണ്ടിൻ്റെ വെള്ളം, അത് കളയരുതേ, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. അത് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ നെണ്ട് എടുത്ത് വെച്ചാൽ നെണ്ട് അതിൽ ഇട്ടെടുക്കുക. എന്താ വെച്ചാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഒറ്റ തേങ്ങാപ്പാൽ മതി കട്ടിയുള്ളത്. നമ്മളെ ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ അത് എടുത്തതിൽ കൊണ്ടുപോയിച്ചോ. നല്ല ടേസ്റ്റ്. ഈ രീതിയിലൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ കണ്ടും കാണിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ് ഇതൊക്കെ റെഡി. നല്ല അടിപൊളി ടേസ്റ്റ്. ഇത് പൊറാട്ടയ്ക്കും നെയ്ച്ചോറുകൾക്കും എല്ലാത്തിനും പറ്റി കറിയിട്ടാണ് നെണ്ടിൻ്റെ